എല്ലാവരുടെ വക ഒരു ഹായ് ആയാലോ. അങ്ങനെ വെക്കേഷനൊക്കെ കഴിയാറായി, ബോംബെക്കാർ തിരിച്ചു പോകാറായി. അപ്പം ഞങ്ങൾ അവസാനത്തെ ഒരു ഔട്ടിങ്ങിന് പോകാനായിട്ട് എല്ലാവരും കൂടി. അപ്പം ജൂലി എന്നോട് ചോദിക്കുകയാണ് എന്തിനാ വീഡിയോ കൊടുക്കുന്നത്. അവൾക്ക് എനിക്ക് യൂട്യൂബുള്ള കാര്യം, അവരങ്ങനെ മലയാളം യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണില്ല, ഹിന്ദിക്കാരാണ്. അപ്പം അവളത് ചോദിക്കാനായിട്ട് എന്തിനാ എടുക്കണേന്നൊക്കെ. അപ്പം ഞങ്ങൾ പോണത് അധികം പേരുള്ളത് കൊണ്ട് ഞങ്ങൾ 2 വണ്ടിയിലാണ് പോണത് കേട്ടോ. ചാവക്കാട് ഫാം വില്ലയിലേക്കാണ് പോണേ. സൂ പോലെ ഒരുപാട് അനിമൽസ് ഉള്ള സൂവിനേക്കാൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ അനിമൽസിനെയും ടച്ച് ചെയ്യാൻ പറ്റും. ഫോറിൻ അനിമൽസ് ആണ് കേട്ടോ കൂടുതൽ, നമ്മുടെ ഇന്ത്യൻ അല്ല, കൂടുതലും ഫോറിൻ ആണ്. അപ്പം ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ് ഈ ഫാം വില്ല എന്ന് പറയുന്നത്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. ഫീഡ്ബാക്ക് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഫീഡിങ് ആണ്. ക്യാമൽ കണ്ടോ, ഒരു ചെറുതാണ് കേട്ടോ, അതിനെ നമുക്ക് ഫീഡ് ചെയ്യിക്കാൻ പറ്റും. അത് കൊടുക്കുന്ന ഇല എന്താന്ന് നോക്കണേ. ദൈവമേ, ഈ പ്ലാവിന്റെ ഇല കഴിക്കുന്ന ക്യാമലോ. അവിടെ കയറി വരുമ്പോഴേ നമ്മൾ കാണുന്നത് ഇതിനെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ആ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് എല്ലാവരും ഫീഡ് ചെയ്യിക്കാൻ ഭയങ്കര അടിയാണ്. സാധനം കാണുമ്പോഴാണ് പ്ലാവിന്റെ ഇല, ഈ മരുഭൂമിയിൽ കിടക്കുന്ന ഒട്ടകത്തിന് തിന്നാൻ കൊടുക്കുന്ന സാധനം പ്ലാവിന്റെ ഇല. പക്ഷെ അത് നല്ല കൂളായിട്ട് കഴിക്കുന്നുണ്ട്. ഒരു ചെറിയ സംഭവമാണ് ക്യാമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സൈസ് ഒന്നും പ്രതീക്ഷിക്കുന്നത്. അത് ഭയങ്കര പാവം ഒരു കുഞ്ഞു ഒട്ടകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കാണുന്നത് ഇതുപോലെ ഒരു പോണ്ടിന്റെ സൈഡിൽ 2 സ്വാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ചെറുതുങ്ങളാണ് കേട്ടോ. ചെറിയൊരു കുളം, വെള്ളം ഇല്ലാത്തൊരു കുളം. സ്വാൻ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഇതുപോലെ ആ സൈഡിൽ ബ്ലാക്ക് കണ്ടോ, 2 എണ്ണം കരയിൽ കയറിയിരിക്കുന്നുണ്ട്. വേറെ എന്താ ചെയ്യാ, താഴെ മുഴുവൻ ചെളിവെള്ളമാണ്. പിന്നെ അവരെങ്ങനെ മേലെ കയറി ഇരിക്കാതിരിക്കും? താഴേക്ക് വന്നിട്ട് വല്ല കാര്യമുണ്ടോ, ആകെ ചെളിവെള്ളം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഫോറിൻ അനിമൽസ് ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഹോഴ്സ്, ഗോഡ, കുറച്ച് ആട്ടുകുട്ടികൾ, അങ്ങനെ ആട്ടുകുട്ടികൾ എന്നൊന്നും പറയാനില്ല. ആകെ കൂടി അവിടെ ഫുള്ളായിട്ട് നമ്മൾ കണ്ടത് 3 ആടാണ്. ആടെന്ന് പറയുമ്പോൾ അതിന്റെ പേരെന്താണ്, മറ്റേ രോമൊക്കെ ഉള്ള ഒരു ആടുണ്ടല്ലോ, അത്. അപ്പൊ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീഡ് ചെയ്യിക്കാൻ പറ്റും. അതാണ് മെയിൻ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അതാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പൊ ഈ ആടിന്റെ പേര് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി എന്താന്നൊക്കെ. എല്ലാത്തിനും പേരുണ്ട്, അത് എവിടുന്നാന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിത് പോയിട്ട് കുറച്ച് ദിവസമായില്ല, അതുകൊണ്ട് ഞാൻ മറന്നുപോയി ഇത് എവിടുന്നാന്നൊക്കെ. അപ്പൊ ഇതിനെ തൊടാനൊക്കെ ചെറിയ കുട്ടികൾക്കാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അഡൽസിനൊന്നും പോയാൽ വലിയ പിടിക്കില്ല. കുട്ടികൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ജോക്കുട്ടനും അമ്മാടും പോയി എല്ലാത്തിനെയും തൊടുന്നുണ്ട്. പാടില്ല. ജോക്കുട്ടനാണെങ്കിൽ എല്ലാത്തിനും അതിന്റെ ഉള്ളിൽ പോയി പിടിക്കുക. അതിന്റെ കൂടിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പാടില്ല, പുറത്ത് നിന്നിട്ട് ടച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ മിനി ലോബ്സ് കിടക്കുന്നുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഒരു റാബിറ്റിന്റെ വർഗത്തിൽപ്പെട്ട കുറേ ഉണ്ട്. എല്ലാം ഫോറിനാണ്. അതിന്റെ ഫ്രണ്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ജർമ്മൻ, ഇറ്റലി, എവിടെ നിന്നൊക്കെയാന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബ്രീഡ് ഒന്നുമില്ല കേട്ടോ, എല്ലാം പുറത്തൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇട്ടേക്കുന്നത് അതാണ് സ്പെഷ്യാലിറ്റി. നമ്മൾ സൂ പോലെ ഒന്നും ക്ലോസ് ചെയ്തിട്ടിട്ടില്ല, ഇങ്ങനെ ഗ്രില്ലായിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്നുള്ളൂ. നമുക്കത് കൈകൊണ്ട് വേണമെങ്കിൽ തൊടാം. അവരോട് പറഞ്ഞാൽ അവർ നമുക്കതിനെ പുറത്തേക്ക് എടുത്തു തരും. കുട്ടികൾക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊക്കെ കളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇങ്ങനെ പൂച്ചകളെയും മുയലിനെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ അവിടെ ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് കളിച്ചും രസിച്ചൊക്കെ നിൽക്കാം. ഈ പൂച്ചേനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന് ഇങ്ങനെ 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 നല്ല ഫറാണല്ലോ അതിനെ തൊടാൻ. അപ്പൊ ഇത് ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സേഫാണ്. അവരൊന്നും ഉപദ്രവമോ അങ്ങനെ ഒന്നുമില്ല. അമ്മാളൂനാണെങ്കിൽ എല്ലാ കാറ്റിനെയും റാബിറ്റിനെയും ഒക്കെ തൊടണം പറഞ്ഞിട്ട് തൊട്ടുകൊണ്ടിരിക്കും. ഓ, അത് നോക്കട്ടെ. ഇത് ഇങ്ങനെ ഒരു കാറ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അക്കുവാണ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അത് ഫറില്ലാത്തൊരു കാറ്റാണ് അത്ര. അതിനങ്ങനെ അധികം എല്ലാവർക്കും പേടിയായതുകൊണ്ട് തന്നെ അതിനധികം ആരും പെറ്റായിട്ട് എടുക്കില്ല എന്നാണ് പറയണേ. ഭയങ്കര അറപ്പ് തോന്നുന്നു. എനിക്കും കണ്ടപ്പോ അങ്ങനെ തോന്നിട്ടോ. പക്ഷെ പാവല്ലേ. അയ്യോടാ, കൂടുതലും പെറ്റാക്കത്തില്ല ഇതിന്. ഇനി അങ്ങോട്ട് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ
ഉടുമ്പ്, പാമ്പ് അതിൻ്റെ ഒക്കെ ഏരിയ ആണ് ഇവിടെ. ഇവിടെ എനിക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ആ സാധനത്തിന്. ഉടുമ്പ് എന്ന് പറയില്ലേ, അങ്ങനത്തെ. അത് സാധാരണ നമ്മൾ ഇവിടെ കാണുന്ന ഉടുമ്പല്ല, ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര വലിപ്പമുള്ള ഒരുമാതിരി ഉടുമ്പ്. അതിനെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നവർക്ക് കേട്ടോ. പിന്നെ പാമ്പുണ്ട് സൈഡിൽ, അതിനെ നമുക്ക് മേത്തൊക്കെ ഇടാം. അപ്പം എനിക്കത് ഭയങ്കര അറപ്പാണ്. കണ്ടോ, എല്ലാവരും കൈ കൊണ്ട് തൊടുകയും നമുക്കത് എടുക്കുകയൊക്കെ ചെയ്യാം. ഈ ആശാനെയൊക്കെ നമുക്ക് കയ്യിൽ എടുക്കാം കേട്ടോ. അതിന് തൊട്ടടിയിൽ തന്നെ കിടക്കുന്ന ഇതിൻ്റെ പേര് ദൈവം, എനിക്ക് ഒന്നിൻ്റെ പേരറിയില്ല. ഈ മുള്ളമ്പന്നി പോലത്തെ ഒരു ചെറിയ ഗിന്നിപ്പന്നി ഉണ്ടല്ലോ, കുഞ്ഞിത്, അതാണ്. ഇതെല്ലാം ഇങ്ങനെ മയങ്ങി കിടക്കുന്ന പോലെ കേട്ടോ കിടക്കുന്നത്. എനിക്ക് അതാണ് കണ്ടിട്ട് ഇങ്ങനെ എല്ലാ അനിമൽസ് ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന പോലെ കിടക്കുക. പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയില്ല, എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ പാമ്പുകളെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാം. അപ്പോൾ അക്കുവിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് വീഡിയോസൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ വേണോ വേണ്ടയോ എന്ന് വെച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്ത് വന്ന കുറേ ചേട്ടന്മാർ, ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ അവരെയൊക്കെ നോക്കുന്നത്, കെയർ ടേക്കറാണ് ആ പാമ്പിൻ്റെയൊക്കെ. അപ്പോൾ അയാൾ നന്നായി നോക്കുന്നുണ്ട്, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എന്നോട് ഇട്ട് നോക്കാൻ പറയാം, ഞാൻ ജന്മം ചെയ്തിട്ടില്ല. അപ്പോൾ അക്കുവിനിടണം പറഞ്ഞിട്ട് അക്കു കയറി നിൽക്കുകയാണ്. അപ്പോൾ സച്ചു അവന് ധൈര്യം കൊടുത്തിട്ട്, സച്ചു ഞാനിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം അവനിട്ട് കാണിക്കുക. പറഞ്ഞിട്ട് ഒന്നും ഇല്ല അക്കോ, നീ ധൈര്യമായിട്ട് ഇട്ടോന്ന് പറഞ്ഞിട്ട് അക്കു ഇട്ടിട്ടുണ്ട്. അമ്മാളും ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുത്തില്ലായിരുന്നു. വെച്ച എക്സ്പീരിയൻസ് പറഞ്ഞേ. ഭയങ്കര ഹെവി ആയിരുന്നു. വേറെ ഒന്നുമില്ല, എക്സ്പീരിയൻസ് പറയൂ. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. വെയിറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ലേ? എങ്ങനെ കഴിഞ്ഞ് പോകുമ്പോ നല്ല സുഖമാണോ? അത് പറയുന്നേ അതിന് വിഷമില്ല, അതാണ് അനാക്കൊണ്ടയുടെ പോലെ ഇങ്ങനെ മുറുകി കൊല്ലുന്ന. നിന്നെ എങ്ങാനും മുറുക്കിയിരുന്നെങ്കിലോ? അത് കുറച്ച് വർഷം കഴിഞ്ഞാൽ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ചെറുപ്പത്തിലായിക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓഹോ. അങ്ങനെ നമ്മൾ ആ ഡേഞ്ചർ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കേട്ടോ. ഇവിടെ പാവം ശാന്തമായ അന്തരീക്ഷമാണ്. നല്ല ബേർഡ്സും കുറച്ച് സ്ക്വിരലിൻ്റെ ടൈപ്പായിട്ടുള്ള കുറച്ച് അനിമൽസ് ഒക്കെയാണ്. അതൊക്കെ കണ്ടിരിക്കാൻ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇത് ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്, പക്ഷെ ഭയങ്കര സൈസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. കാണാത്ത ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് അനിമൽസേ ഉള്ളൂ, അതാണ് പെട്ടെന്ന് തന്നെ തീർന്നു പോയ പോലെ എനിക്ക് തോന്നി. ഇത് സ്ക്വിറലിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടും. ഇങ്ങനെ അനിമൽസിനെയൊക്കെ ഇഷ്ടമുള്ള, പെറ്റൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്കെന്തോ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര അറപ്പാണ്, അതുകൊണ്ടാണ് എനിക്ക് വലിയ കാര്യമായിട്ട് വലിയതും തോന്നിയില്ല. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഏരിയ ഇതാണ്. കണ്ടോ, ആ എലഫൻ്റ് ഇയർ പ്ലാന്റും അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അത് കുറേ നേരം നോക്കി നടന്നു. അനിമൽസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്ലാന്റ്സ് ആണ്. ആ എലഫൻ്റ് ഇയർ വെച്ചേക്കുന്ന ഇത് കണ്ടോ, ഏരിയ കണ്ടോ, നല്ല സെറ്റാക്കിയിട്ടാണ് വെച്ചിട്ടില്ലേ. അതേ ഇവിടെ ബേർഡ്സ് കിസ്സിങ് സീനാണ്. ലോക്ക് തുറക്കാൻ നോക്കൂടാ. കണ്ടാ അതിനറിയാടാ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടത് പീക്കോക്കിനെയാണ്. പീക്കോക്ക് ഇങ്ങനെ പല തരത്തിലുള്ള, നമ്മുടെ ഇന്ത്യൻ പീക്കോക്ക് ഒരു കളറിലല്ലേ. പിന്നെ വൈറ്റ് ഇവിടെ ഉണ്ട്, വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ചെന്നൈ സൂല് നിറയെ വെള്ളമയിലുണ്ട് കേട്ടോ. പിന്നെ ഇത് പല ഷെയ്ഡിലുള്ള പീക്കോക്സ്, അതൊക്കെ ഫോറിനാണ്. എനിക്ക് കൂടുതൽ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ അനിമൽസും ഇങ്ങനെ ഉറക്കം തൂങ്ങി, അവരെന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടോ അത് അങ്ങനെയാണോന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് പറ്റാഞ്ഞിട്ടോ, അതെല്ലാം ഫോറിനല്ലേ. അപ്പം ഇവിടെ നമ്മുടെ ചൂട് സഹിക്കാഞ്ഞിട്ടാണോ, ഇത് ഇറ്റലി, ജർമ്മൻ അങ്ങനെയൊക്കെ ഉള്ള കൺട്രീസിൽ നിന്നാണ്. അപ്പം ഇവിടെ ചൂട് പിടിക്കാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. മെയിലൊക്കെ നല്ല ചൂടല്ലേ, നമ്മൾ മെയിലാണ് പോയേക്കണേ. ആ ചൂട് സഹിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, എല്ലാം ഇങ്ങനെ തളർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എന്തോ പോലെ തോന്നിയത് കേട്ടോ. പാവങ്ങളല്ലേ ഇങ്ങനെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തുകയാണോ എന്നാണ് എനിക്ക് തോന്നിയത്. ഫാമിലെ കുറച്ച് അനിമൽസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവന്മാരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനൊന്നും വെച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഈ സ്കുരലിൻ്റെ അവിടുത്തെ എത്തിയപ്പോൾ, സ്കുരലാണല്ലോ കുഴപ്പമില്ല വെച്ചിട്ട് ഞാൻ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം വെക്കുമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങേര് നേരെ തലയിലും കൂടെ കൊണ്ടുവച്ച് അതിൻ്റെ വാലിൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ ഞാൻ വേഗം പറഞ്ഞ എടുത്തോന്ന്.
എനിക്കെന്താ വെച്ചാലേ ഇവര് പാമ്പിനെ എന്നെ കൊണ്ട് വെപ്പിക്കാൻ കുറെ നോക്കി. എനിക്ക് അറപ്പായിട്ടാട്ടോ, അല്ല പേടിയായിട്ടല്ല, എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടാണ് ഞാൻ വെക്കാത്തത്. ഇത് ഞാനപ്പോ അവന്മാരെ തിരിച്ച് കളിയാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ എമുവിന്റെ ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് ഭയങ്കര ഹൈറ്റാ. അപ്പൊ ഞാൻ അങ്ങോട്ട് അവരെ കളിയാക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല. 150 റുപ്പീസാണ് പെർ ഹെഡ്, 50 റുപ്പീസ് നമ്മൾ കാർ പാർക്കിങ്ങും, അപ്പൊ 200 റുപ്പീസ് എന്ന് പറയാം. അങ്ങനെ കൊടുത്തിട്ട് വന്നിട്ട് കുറച്ച് അനിമൽസ്, ഞാൻ എല്ലാ അനിമൽസിനും ഈ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര അനിമൽസ് തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏരിയ ഭയങ്കര കുറവാ, ഇച്ചിരി സ്ഥലത്താണ് ഇവർ ഈ അനിമൽസിനെ കൊണ്ടിട്ടേക്കുന്നത്. അപ്പൊ ഈ ഫോറിൻ അനിമൽസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചൂടും സഹിച്ച്, അവരുടെ ക്ലൈമറ്റ് അല്ലല്ലോ. ഫസ്റ്റ് കണ്ട പോലെ ക്യാമലൊക്കെ പ്ലാവിൻ്റെ ഇലയൊക്കെ കഴിച്ച് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത് ഇത്. കൊടുത്തേക്കോ ഫീഡ് കഴിക്കാൻ പിന്നെ അവിടെ കുട്ടികളുടെ അടിയാണ്. നല്ല രസമല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കൊത്തിയോ എവിടെ എവിടെ കുത്തി? കൊത്തിയൊന്നുമില്ല. കൊടുക്കൂ. എങ്ങനെയുണ്ട്? സുഖാണോ? ഒരു കൊത്തിയിട്ട് ഒരു സുഖല്ലേ? അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ഫുള്ള് കണ്ടു തീർന്നു കേട്ടോ. അതിനുള്ള ഏരിയ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളത് അവസാനം ലവ് ബേർഡ്സിൻ്റെ ഒരു കിസ്സിങ് സീനോട് കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്കിതിൽ കണ്ടപ്പോൾ 10-ൽ 5 വേണമെങ്കിൽ 6 അത്രേ എനിക്ക് തോന്നിയുള്ളൂ. എനിക്ക് എന്തോ ഒരു പാവം, ഒരു സഹതാപമാണ് ഈ അനിമൽസിനെയൊക്കെ കണ്ടിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.